പ്രധാൻ മന്ത്രി മുദ്ര യോജനയെ PMMY കുറിച്ചുള്ള വിശദാംശങ്ങൾ. സൂക്ഷ്മചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് യാതൊരുവിധ ഈടുമില്ലാതെ കൊളാറ്ററൽ ഫ്രീ വായ്പ ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വായ്പാ വിഭാഗങ്ങൾ കാറ്റഗോറീസ്. ബിസിനസ്സിന്റെ വളർച്ചാ ഘട്ടം അനുസരിച്ച് വായ്പകളെ 4ആയി തിരിച്ചിരിക്കുന്നു. ശിശു 50,000 രൂപ വരെയുള്ള വായ്പകൾ. പുതിയതായി ബിസിനസ് തുടങ്ങുന്നവർക്ക് ഇത് അനുയോജ്യമാണ്. കിഷോർ 50,001 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനോ ഉപകരണങ്ങൾ വാങ്ങാനോ ഉള്ളവർക്ക്. തരുൺ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്ക് കൂടുതൽ മൂലധനം ആവശ്യമുണ്ടെങ്കിൽ തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ. മുൻപ് എടുത്ത തരുൺ ലോണുകൾ കൃത്യമായി തിരിച്ചടച്ചവർക്ക് കൂടുതൽ വലിയ പദ്ധതികൾക്കായി ഇത് ഉപയോഗിക്കാം. 2 പ്രധാന പ്രത്യേകതകൾ. ഈട് ആവശ്യമില്ല. വസ്തുവോ സ്വർണമോ ജാമ്യം നൽകേണ്ടതില്ല. വിവിധ ആവശ്യങ്ങൾക്കായി മെഷീനറികൾ വാങ്ങുന്നതിനും ടേം ലോൺ, ദൈനംദിന ചിലവുകൾക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഈ തുക ഉപയോഗിക്കാം. മുദ്ര കാർഡ്. വായ്പ തുക പിൻവലിക്കാൻ ₹1 ഡെബിറ്റ് കാർഡ് ലഭിക്കും. പലിശ നിരക്ക് ബാങ്കുകൾ അനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും സാധാരണയായി 8.5% മുതൽ 12% വരെയായിരിക്കും. വനിതാ സംരംഭകർക്ക് പലിശയിൽ ഇളവുകൾ ലഭിക്കാറുണ്ട്. 3 ആർക്കൊക്കെ അപേക്ഷിക്കാം? സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും. നിർമ്മാണ മേഖല, മാനുഫാക്ചറിംഗ്, വ്യാപാരം, ട്രേഡിംഗ്, സേവന മേഖല, സർവീസ് സെക്ടർ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾ, ക്ഷീരവികസനം, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ തുടങ്ങിയ മേഖലയിലുള്ളവർക്കും മുദ്ര ലോൺ ലഭിക്കും. 4 എങ്ങനെ അപേക്ഷിക്കണം? ഒരു ഓൺലൈൻ വഴി ജൻ സമർത്ഥ് പോർട്ടൽ അല്ലെങ്കിൽ ഉദയമിമിത്ര വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 2 ബാങ്ക് വഴി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്ക്, സ്വകാര്യ ബാങ്ക് അല്ലെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക് തുടങ്ങിയവയെ സമീപിക്കാം. 3 ആവശ്യമായ രേഖകൾ. തിരിച്ചറിയൽ രേഖ, ആധാർ, പാൻ കാർഡ്, വോട്ടർ ID. താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ. ബിസിനസ് വിലാസം തെളിയിക്കുന്ന രേഖ. ട്രേഡ് ധർമ്മവും ഉദ്യം രജിസ്ട്രേഷൻ. ബിസിനസ് പ്ലാൻ. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെക്കുറിച്ചുള്ള ലഘുവിവരണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.